എല്ലാവർക്കും മാളൂസ് പാരഡൈസിലേക്ക് സ്വാഗതം. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി റെസിപ്പീസ് ഒക്കെ ഇനി വരാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ അടുത്തേക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ എത്തുകയുള്ളൂ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലോക്ക്ഡൗൺ സമയത്ത് എളുപ്പമായിട്ട് വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കേരള സ്റ്റൈൽ പപ്പടമാണ്. നമ്മുടെ വീട്ടിലെ ചപ്പാത്തിക്ക് ഉണ്ടാക്കാറില്ല, അതുപോലെ തന്നെ നമുക്ക് എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിനായിട്ട് ഇവിടെ ചെറിയൊരു ട്രിക്ക് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. ഇനി ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. ഇവിടെ ഉഴുന്നാട്ടോ ഉപയോഗിക്കുന്നത്. ഉഴുന്ന് നമുക്ക് പൊടിച്ച ഉഴുന്നാണ്, അതുപോലെ വറുത്ത ഉഴുന്നൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. റോസ്റ്റഡ് ഉഴുന്നിൻ്റെ ആവശ്യമില്ല. സാധാരണ പച്ച ഉഴുന്ന് പൊടിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. നല്ലോണം അരിച്ചെടുക്കണം കേട്ടോ. ഒട്ടും തരി പാടില്ല, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ 2 പ്രാവശ്യം അരിച്ചെടുക്കണമെങ്കിൽ അരിച്ചെടുക്കാം. അതുപോലെ മിക്സിയിൽ പൊടിച്ചെടുക്കുമ്പോൾ നല്ലോണം സമയമെടുത്ത് തന്നെ പൊടിച്ചെടുക്കുക. അപ്പോൾ നല്ലോണം നമുക്ക് പൊടിഞ്ഞു കിട്ടും. എനിക്കിവിടെ 1 പ്രാവശ്യം അരിക്കേണ്ട ആവശ്യം വന്നുള്ളൂ. ഞാൻ ഇതിനു മുമ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ 2 പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കാറുണ്ട്. ഇനി നമ്മൾ ഈ അരിച്ച പൊടി ഒരു ബൗളിലേക്ക് ആഡ് ചെയ്യാണ്. അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലോണം മിക്സ് ചെയ്യണം. ഈ കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുമിച്ച് എല്ലാ വെള്ളം കൂടി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 7 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് പതുക്കെ ഒരു നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഡൗ ആയിട്ട് ഇതിനെ മാറ്റിയെടുക്കാം. നമ്മൾ എത്ര പൗഡറി ആയിട്ടാണോ പൊടിക്കുന്നത് അത്രയും പെട്ടെന്ന് നമുക്ക് ഇതിനെ സോഫ്റ്റ് ആയിട്ടുള്ള ഡൗ ആക്കി മാറ്റാൻ പറ്റും. തരി ഉണ്ടെങ്കിൽ കുറച്ച് പാടാണ്. അപ്പോൾ പൗഡറി ആയിട്ട് പൊടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയത്തൊന്നും നമ്മൾ നല്ലെണ്ണ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡൗ കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഏകദേശം ഇതൊരു 5th ടൈം ആട്ടോ ഈ പപ്പടം ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ, വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ പപ്പടം നമുക്ക് പരത്തി കിട്ടണമെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട്, ഇതിനും സോഫ്റ്റ് ആവണം നമ്മുടെ ബാറ്റർ. അതിനായിട്ട് നമ്മളൊന്ന് ഹാർഡായിട്ട് ഇതിനെ ഒന്ന് പ്രസ് ചെയ്യണം, അടിക്കണം. വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഡവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡവിനെ ഒരു സിപ്ലോക്ക് ബാഗിലേക്ക് മാറ്റുകയാണ്. കാരണം ഈ ഡവ് നല്ലോണം നമ്മൾ അടിച്ചു കൊടുക്കണം. ഇപ്പോൾ സാധാരണ നമ്മൾ ഈ അമ്മിക്കല്ലിൻ്റെ ചെറിയ രൂപത്തിലുള്ള കല്ലില്ലേ, അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കാറുണ്ട്. കാരണം നമുക്ക് അത്രയും ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചിറ്റിക്ക് ഉപയോഗിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വളരെ ഹാർഡായിട്ട് നമുക്ക് പീറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് സോഫ്റ്റാക്കി ഡവ് കിട്ടും. അപ്പോൾ ഈ സിപ്ലോക്ക് ബാഗിൽ ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിറ്റികയിൽ വല്ല തുരുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഡവിലേക്ക് അത് പതിയില്ല. ഒരു 8 മിനിറ്റ് കുറവ് എനിക്ക് തോന്നുന്നു. അത്രയും വളരെ കുറച്ച് സമയം ഞാൻ ഇതുപോലെ ചെയ്തുള്ളൂ. എനിക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡവ് കിട്ടി. എന്നിട്ട് ഈ ഡവിനെ നമ്മൾ 2ആയിട്ട് ഭാഗിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഓരോ ഭാഗം എടുത്തിട്ട് പതുക്കെ ഇതുപോലെ പ്രസ് ചെയ്ത് പരത്തിയിട്ട് ഒന്നും കൂടി തിരിച്ചെടുക്കുക. പിന്നെ ആദ്യം ഒന്ന് പരത്തിയിട്ട് ഇങ്ങനെ പരത്തി മടക്കുക അങ്ങനെ ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പതുക്കെ ഇതിനെ കിച്ചൺ കൗണ്ടർ ടോപ്പിലിട്ട് റോൾ ചെയ്ത് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ ഇതുപോലെ ആക്കിയെടുക്കണം. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കാം. നമ്മുടെ ഡൗ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഭാഗം എടുത്ത് പതുക്കെ ഇങ്ങനെ റോൾ ഔട്ട് ചെയ്യണം. വളരെ തിന്നായിട്ട് റോൾ ഔട്ട് ചെയ്യുക. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് മൈദപ്പൊടി ആട്ടോ. അരിപ്പൊടി ഉപയോഗിക്കാം, പക്ഷേ എനിക്ക് അരിപ്പൊടിയേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മൈദപ്പൊടി ഉപയോഗിച്ചപ്പോഴാണ്. അതുകൊണ്ട് ഞാൻ മൈദപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ അതൊക്കെ ചെയ്യാം. പിന്നെ ഈ പപ്പടത്തിൻ്റെ സൈസ് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. വലിയ പപ്പടം ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ചെറിയ പപ്പടമാണ് ഉണ്ടാക്കുന്നത്. വളരെ തിന്നായിട്ട് തന്നെയാണ് നമ്മളിതിനെ പരത്തുന്നത്. ഭയങ്കര തിന്നാന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റാണ്. നമുക്കത് പിടിക്കുമ്പോൾ നമുക്ക് കയ്യിൽ ഉണ്ടെന്ന് തന്നെ തോന്നില്ല.
ഇതുപോലത്തെ ചെറിയൊരു പാത്രം വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കണേ. അതൊരു ഭംഗിക്കാണ് കേട്ടോ. ഈ ബാക്കി വരുന്ന ഇതില്ലേ ഡവ് നമുക്ക് ചെറിയ പപ്പടം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ ഒരുമിച്ച് എല്ലാം കൂടി എടുത്ത് നമുക്ക് വേറൊരു കുഞ്ഞു പപ്പടമാക്കി കുഴയ്ക്കാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ എല്ലാ പപ്പടും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഇനി ഒന്ന് ഉണക്കിയെടുക്കണം. ഒന്നുമില്ലെങ്കിൽ ഓവനിലൊരു 15 മിനിറ്റ് വെക്കാം, അതല്ലെങ്കിൽ സൺലൈറ്റിൽ വെക്കാം. പിന്നെ പപ്പടത്തിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ നമുക്ക് ഇതുപോലെ വലിയൊരു പാത്രം വെച്ച് കട്ട് ചെയ്യാം. സൺലൈറ്റിൽ ഒരു 15 മിനിറ്റ് തൊട്ട് 20 മിനിറ്റ് വരെ വെക്കാം. പിന്നെ ഒരുപാട് ഹാർഡായി പോകേണ്ട ആവശ്യമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് ഉണങ്ങി കിട്ടിയാൽ മതി. വലിയ ഹാർഡായിട്ടൊന്നും അല്ലായിരിക്കാം, നമുക്കിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ എന്താ പറയുക പ്രസ് ആവുന്നുമുണ്ട്, അതുപോലെയാണ് വേണ്ടത്. നമുക്ക് ഓരോ പപ്പടം എടുത്ത് എണ്ണ ചൂടാവുമ്പോൾ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ 1-2 ചിലപ്പോൾ ഇങ്ങനെ ബോൾ പോലെ ഒന്നും ആയി വരണമെന്നില്ല. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, പിന്നെ ബോളായിട്ട് കിട്ടിക്കോളും. നമ്മളിപ്പോൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന പപ്പടമാണെങ്കിൽ ചിലപ്പോൾ എല്ലാം ഒന്നും ബോളായിട്ടൊന്നും വരില്ലുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് 85% നമുക്ക് ബോളായിട്ടുള്ള പപ്പടം തന്നെയാണ് കിട്ടിയത്. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എൻ്റെ വാവത് വെറുതെ കഴിച്ച് നടക്കുകയായിരുന്നു. ഇനിയും ഞാൻ പപ്പടം ഉണ്ടാക്കി ഇങ്ങനെ ഉണക്കി സിപ്ലോക്കിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് വറുത്താൽ മതിയല്ലോ. അപ്പോൾ അടിപൊളി റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ പപ്പടം ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒരുപാട് നന്ദി.